ബി-സ്ക്വയർ ടി.വി. ക്രിസ്ത്യൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്തോനേഷ്യയിൽ. ഇടയത്തറ ഇ.വി. വർഗീസ് ബേബി 75 വയസ്സ് അമേരിക്കയിൽ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. IPC പത്തനംതിട്ട സെന്റർ പുത്രിക സംഘടനകളുടെ ഉപവാസ പ്രാർത്ഥനയും ഉണർവ് യോഗങ്ങളും. ഗോൾഡൻ ജൂബിലി നിറവിൽ ഫിലദൽഫിയ എബനേസർ ചർച്ച് ഓഫ് ഗോഡ്. അറിവ് 2024 ആത്മീയ ജ്ഞാനത്തിന്റെ വേദി, എക്കാലത്തെയും മികച്ച ബൈബിൾ ക്വിസ്. വാർത്തകൾ വിശദമായി. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്തോനേഷ്യയിൽ. ഫ്രാൻസിസ് മാർപ്പാപ്പ 45ാമത് അപ്പോസ്തോലിക പര്യടനത്തിന് തുടക്കം കുറിച്ച് ഇന്തോനേഷ്യയിൽ വിമാനമിറങ്ങി. ജക്കാർത്തയിലെ വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ കുട്ടികൾ പച്ചക്കറി, പഴം, സുഗന്ധവ്യഞ്ജനം, പൂവ് എന്നിവ കൊണ്ട് തീർത്ത ബൊക്കെ നൽകിയാണ് മാർപ്പാപ്പയെ സ്വീകരിച്ചത്. മാർപ്പാപ്പയ്ക്ക് ഇന്നലെ ഔദ്യോഗിക പരിപാടികൾ ഉണ്ടായിരുന്നില്ല. തിങ്കളാഴ്ച റോമിൽ നിന്ന് വിമാനം കയറിയ അദ്ദേഹം നീണ്ട 13 മണിക്കൂർ യാത്രയ്ക്ക് ശേഷമാണ് ഇന്നലെ രാവിലെ 11:19 ജക്കാർത്തയിലെത്തിയത്. ഇന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിഡോഡോ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഔദ്യോഗിക സ്വീകരണം നൽകും. 12 ദിവസം നീളുന്ന പര്യടനത്തിൽ ഇന്തോനേഷ്യക്ക് പിന്നാലെ പാപ്പുവ ന്യൂഗിനിയ, കിഴക്കൻ തിമൂർ, സിംഗപ്പൂർ രാജ്യങ്ങളും മാർപ്പാപ്പ സന്ദർശിക്കും. മാർപ്പാപ്പയുടെ ഏറ്റവും ദൈർഘ്യമേറിയ വിദേശ പര്യടനമാണിത്. ഇടയത്തറ ഇ.വി. വർഗീസ് ബേബി 75 വയസ്സ് അമേരിക്കയിൽ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. കോട്ടയത്തെ പെന്തക്കോസ് കുടുംബങ്ങളിൽ ആദ്യകാല വിശ്വാസികളായ പരേതരായ ഇടയത്തറ ഇ.ജെ. വർഗീസിന്റെയും അന്നമ്മ വർഗീസിന്റെയും മകൻ ഇ.വി. വർഗീസ് ബേബി 75 വയസ്സ് അമേരിക്കയിൽ നിര്യാതനായി. സംസ്കാരം പിന്നീട്. IPC ഫിലദൽഫിയ കഞ്ഞിക്കുഴി സഭയുടെ വളർച്ചയ്ക്കും കോട്ടയത്ത് സഭകളുടെയും പെന്തക്കോസ് പ്രവർത്തനങ്ങളുടെ മുന്നേറ്റത്തിനും ഈ കുടുംബം ഏറെ പ്രയത്നിക്കുകയും മുൻപന്തിയിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അമേരിക്കയിൽ ഒറഗൺ പോർട്ട്ലാൻഡിൽ സ്ഥിരതാമസമാവുകയും അവിടുത്തെ സഭയുടെയും മറ്റ് സുവിശേഷ പ്രവർത്തനങ്ങളിൽ സജീവ അംഗമായിരുന്നു. ഭാര്യ ഓമന, മക്കൾ ഡാനി, ക്രിസ്റ്റി, ലെനി. IPC പത്തനംതിട്ട സെന്റർ പുത്രിക സംഘടനകളുടെ ഉപവാസ പ്രാർത്ഥനയും ഉണർവ് യോഗങ്ങളും. പത്തനംതിട്ട വാര്യപുരം സിയോൻ സഭയിൽ സെപ്റ്റംബർ 22 ഞായർ മുതൽ 29 ശനി വരെ IPC പത്തനംതിട്ട സെന്റർ പ്രയർ ബോർഡും ഇവാഞ്ചലിസം ബോർഡും സെന്റർ വിമൻസ് ഫെലോഷിപ്പും ചേർന്ന് ഉപവാസ പ്രാർത്ഥനയും ഉണർവ് യോഗങ്ങളും നടക്കും. അഭിഷക്തരായ നിരവധി ദൈവദാസന്മാർ പ്രസംഗിക്കുകയും അനുഗ്രഹീതരായ ഗായകർ ഗാനശുശ്രൂഷ നയിക്കും. എല്ലാ ദിവസവും രാവിലെ 10 മുതൽ 2:45 വരെയും വൈകിട്ട് 6:30 മുതൽ 8:45 വരെയുമായിരിക്കും യോഗങ്ങൾ നടക്കുന്നത്. ഗോൾഡൻ ജൂബിലി നിറവിൽ ഫിലദൽഫിയ എബനേസർ ചർച്ച് ഓഫ് ഗോഡ്. മലങ്കരയുടെ മണ്ണിൽ നിന്ന് 1970കളുടെ ആരംഭത്തിൽ അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് കേരളീയരുടെ കുടിയേറ്റം ശക്തിപ്പെടുവാൻ തുടങ്ങിയ കാലത്ത് ഫിലദൽഫിയ പട്ടണത്തിൽ ചെഫ്നട്ട് സ്ട്രീറ്റിലെ 816 നമ്പർ അപ്പാർട്ട്മെന്റിൽ 1975 നവംബർ 2 ഞായറാഴ്ച പാസ്റ്റർ വർഗീസ് മത്തായിയുടെ നേതൃത്വത്തിൽ ഏകദേശം 8 വിശ്വാസികൾ ഒരുമിച്ച് പങ്കെടുത്തു. പ്രാർത്ഥിച്ച് ആരംഭിച്ച കൂട്ടായ്മയാണ് ഇന്ന് ഫിലദൽഫിയയിലെ ഏറ്റവും വലിയ മലയാളി പെന്തക്കോസ് സഭകൾ ഒന്നായി ചേർന്ന എബനേസർ ചർച്ച് ഓഫ് ഗോഡ്. 1976 ഡിസംബർ 26 പാസ്റ്റർ ബേബി ഡാനിയൽ സഭാ ശുശ്രൂഷകനായി ചാർജ് എടുക്കുകയും 39 വർഷക്കാലം സഭയുടെ സീനിയർ ശുശ്രൂഷകനായി സുദീർഘമായ സേവനം ചെയ്യുകയും ചെയ്തു. 2015 ഡിസംബർ മാസം മുതൽ പാസ്റ്റർ രഞ്ജൻ പി ചെറിയാൻ സഭാ ശുശ്രൂഷയിലായിരിക്കുന്നു. 120 കുടുംബങ്ങളിൽ നിന്നുമായി 300-ലധികം വിശ്വാസികൾ ഇപ്പോൾ ആരാധനയിൽ സംബന്ധിക്കുന്നു. 2025 ഓഗസ്റ്റ് മാസം 30 ഗോൾഡൻ ജൂബിലിയുടെ സമാപന സമ്മേളനം നടന്നു. അറിവ് 2024 ആത്മീയ ജ്ഞാനത്തിന്റെ വേദി, എക്കാലത്തെയും മികച്ച ബൈബിൾ ക്വിസ്. PYPA കേരള സ്റ്റേറ്റും ഗുഡ് ന്യൂസ് വീക്കിലിയും ചേർന്ന് ഓൾ കേരള ഇന്റർ ഡിനോമിനേഷൻ ക്രിസ്ത്യൻ ചർച്ചസ് ഗ്രൂപ്പ് മെഗാ ബൈബിൾ ക്വിസ് നടത്തുന്നു. അറിവ് 2024 സെപ്റ്റംബർ മാസം 14-ാം തീയതി ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ഹെബ്രോൻപുരം കുമ്പനാട് വെച്ച് നടത്തപ്പെടുന്നു.